എനിക്ക് മുന്നേയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റിൽ അല്ലെങ്കിൽ വീക്കായിരിക്കുന്ന മൊമെന്റിൽ നമ്മൾ നമ്മുടെ തന്നെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള അടുത്ത ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ സ്ട്രോങ് മൊമെന്റിൽ നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ വളരെ വൾണറബിൾ ആയിരിക്കുന്ന മൊമെന്റിൽ അല്ലെങ്കിൽ വീക്കായിരിക്കുന്ന മൊമെന്റിൽ നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇവരായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു താൻ പോടോന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വർത്താനം പറയുമ്പോൾ നീ വലിയ വർത്താനം എന്ന് പറയണ്ട, നിന്നോട് ഇവർ അന്ന് ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ഇതല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു വർത്താനം നമ്മുടെ വീക്ക് പോയിന്റ് നിന്ന് എടുത്തൊരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ലൈഫിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനീഷ്യലി വിഷ്ണുവിനെ പരിചയപ്പെട്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന മേജർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലേറ്റർ അതിന്റെ മുകളിൽ ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെയും എൻ്റെ കുറെ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ വീക്ക് സൈഡ്, കുറെ നമുക്ക് എല്ലാവർക്കും ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ കുറെ. അപ്പൊ അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അങ്ങനെ അതെടുത്തിട്ട് പിന്നെ സിമിലർ സിറ്റുവേഷൻ വരുമ്പോഴും അതിന്റെ ഒരു റീമെൻഷനിങ് ഒരിക്കലും ഉണ്ടാവാറില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം മുന്നേ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസും ഉണ്ടായിരുന്നു, മുന്നേ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇതെനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു ക്വാളിറ്റിയാണ്. വെരി നൈസ്, വെരി ഐ ലൈക്ക് ദാറ്റ്. തിരിച്ച് ആണെങ്കിലോ? തിരിച്ച് ഐഷുവിന്റെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഭയങ്കര, ഇപ്പൊ ഞാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ചിലപ്പോ അന്വേഷിച്ചു പോയി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, കുറവായിട്ടില്ല. എനിക്ക് അറിയില്ല, എന്റെ മുമ്പിൽ ഒരാൾക്ക് ഹെൽപ്പ് വേണമെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അധികം ചെയ്യും. പക്ഷെ നമ്മളൊരു സിറ്റുവേഷനെ മനസ്സിലാക്കി ആ സിറ്റുവേഷനിൽ അയാൾക്ക് ഹെൽപ്പ് വേണ്ടി വരുന്നു മനസ്സിലാക്കി അയാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ഐശ്വര്യന്റെ അടുത്താണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഹെൽപ്പ് മാത്രമല്ല കേട്ടോ, വേറെ ഇപ്പം ഒരാളുടെ ഒരു ഡേ സ്പെഷ്യൽ ആക്കുന്നത് ഐശ്വര്യ തോന്നുകയാണ് അയാളിപ്പോ അയാളുടെ ലൈഫിൽ ഒരു അടിപൊളി മൊമെന്റിലാണ്, അപ്പം ഐ ഷുഡ് ഡു സംതിങ് ടു മേക്ക് ഹിം ഫീൽ സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കഴിഞ്ഞ റീസെന്റ് ഒരു ജോലി മാറി. അപ്പം നമ്മുടെ ജോലി മാറിയ സമയത്ത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ്, ലൈക് പീപ്പിൾ ചേഞ്ച് ജോബ്സ്. ബട്ട് ഐഷു ആ സമയത്ത് എനിക്കും അവനും കൂടെ ഒരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ 2 മാസത്തില് എല്ലാരും വന്ന് പറഞ്ഞു അടിപൊളിയാണ്, കൺഗ്രാറ്റ്സ്, ബ്യൂട്ടിഫുൾ തിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐഷു മാത്രമാണ് ആ കൂട്ടത്തിൽ. എനിക്ക് പോലും അറിയില്ല, ഐഷു ഒരു ദിവസം ഞാൻ ഇല്ലാത്ത ഒരു ഇതൊക്കെ വാങ്ങിച്ചിട്ട് രണ്ടുപേരും എനിക്കും അവനും ഒരു ഷൂ വാങ്ങിച്ചിട്ട് അവൻ ഗിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞ 2 മാസം നീ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നില്ലേ, ഇത് ഒരു അടിപൊളി മൊമെന്റ് ആണെന്ന് പറഞ്ഞ ഐഷു എനിക്ക് 2 ഷൂ ഗിഫ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് നൈസ് ആക്ച്വലി, ബിക്കോസ് അതൊരു സ്മൂത്ത് ജേർണി ആയിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ്, അപ്പം അതിന് വലിയൊരു സാധനം വാങ്ങിച്ചു തരിക അല്ലെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് തരിക അങ്ങനെയല്ല, ആ മൊമെന്റിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഐശ്വര്യ പറ്റാറുണ്ട്. അപ്പം അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഞാനൊന്നും അത് ചെയ്തിട്ടില്ല. മേ ബി എന്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു മൊമെന്റ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഫൈനൽ അടിപൊളിയാന്ന് പറയും. പക്ഷെ അവനൊന്നും കൂടെ സ്പെഷ്യൽ ആക്കി ഫീൽ ചെയ്യിപ്പിക്കാൻ ഡൂയിങ് സംതിങ് ലൈക്ക് അത് നമ്മളൊരു വൺ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര പൈസ അതിനുവേണ്ടി ചെലവാക്കാന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സാധനം ചെയ്താൽ മേ ബി അയാൾക്ക് അതൊരു കുറച്ചും കൂടെ നൈസ് ഫീൽ. ഓക്കെ, ഞാൻ ചെയ്തൊരു കാര്യം കുറച്ചും കൂടെ ഒരു ഇതായല്ലോ എന്ന് തോന്നുന്നു. അത് ഞാൻ സ്മോൾ തിങ്സിന്റെ വാല്യൂ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി. അത് ഹെൽപ്പ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ഐശ്വര്യ എന്നാണ് അത് പഠിച്ചത്. സോ ദാറ്റ്സ് നൈസ്. പറയാനുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത്ര ഒരാളുടെ ലൈഫ് സ്പെഷ്യൽ ആക്കണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. അത് എനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ എനിക്ക് അവരുടെ സന്തോഷം അവരെക്കാളും എനിക്കിഷ്ടമാണ് കാണാൻ. സർപ്രൈസ് ചെയ്യുമ്പോ ഞാൻ ഇന്നേ വേ എന്നെ തന്നെയാണ് ഹാപ്പി ആക്കുന്നത്. എനിക്ക് ഹാപ്പി ആവുന്നതിലൂടെ വേറെ ആൾക്കാർ ഹാപ്പി ആവുന്നതിൽ അടിപൊളിയാണല്ലോ. സത്യമാണ്. സർപ്രൈസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തിലെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മൾ വി ആർ ഗെറ്റിംഗ് ഹാപ്പി. അന്ന് ഇവർക്ക് രണ്ടുപേർക്ക് ഷൂ കൊടുത്തു കഴിഞ്ഞപ്പോ അവരെക്കാളും എനിക്ക് സന്തോഷം കിട്ടിയാണ്. കാരണം അവർ ഷൂ ട്രൈ ചെയ്യുക, അവർക്ക് ഇടന്നെ ഇടക്കിടക്ക് ജോലി മാറണം, അങ്ങനെയുള്ള അതൊക്കെ രസമുണ്ടായിരുന്നു. അത് വേണം ചിന്തിക്കാവുന്നതാണ്. ഓരോ മാസം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കാം, ഇങ്ങനെ ഓരോ മാസം ഓരോ ഷൂ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത പ്ലേസ്, ഇപ്പം അത് എനിക്കൊന്ന് മീറ്റ് ചെയ്ത പ്ലേസ് വീട്ടില്, അതല്ലാതെ ആഫ്റ്റർ ദാറ്റ് മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ഒരുമിച്ച് പോയ ഒരു സ്ഥലം എവിടെയാണ്? ഫോക്കസ് മോളില്
ഓക്കെ, അവിടെ പോയി കുറച്ച് ഷോ ഇറക്കാനുണ്ടായിരുന്നു എനിക്ക്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മുഴുവൻ ഷോ ഇറക്കി തീർന്നില്ല, ബാക്കി കുറച്ച് ഷോ. പെണ്ണാണ് വന്നിട്ട് നമ്മള് പെണ്ണ് കണ്ട് പോയി. അപ്പൊ രണ്ട് വീട്ടുകാരും അന്ന് കഴിച്ച ഫ്രൈഡ് റൈസിന്റെ പൈസ ഇനിയും തരാനുണ്ട്. സത്യമാണ്. ഞങ്ങള് ഇങ്ങനെ പെണ്ണുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മള് പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ ഐഷു ലാസ്റ്റ് പറഞ്ഞു തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എറണാകുളത്തായിരുന്നു. ഞാൻ സാറ്റർഡേ എന്തോ ഇവിടെ ഉണ്ടായിരുന്നു, ഫോക്കസ് മാളിൽ വന്നു. ഐഷു വരുന്നത് എന്താ പറയാ, ഒരു വലിയൊരു കണ്ണടയൊക്കെ അല്ല, ഇത് മുടക്കണം, അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെയാണോ? എനിക്ക് എനിക്ക് വേണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ തോന്നുമ്പോ നമുക്ക് വേണമെന്നുള്ള തീരുമാനം എടുക്കുന്നതിനേക്കാൾ എളുപ്പം വേണ്ടാന്നുള്ള തീരുമാനം എടുക്കാനാണ്. കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്ത് അപ്പൊ ആ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ തമാശയൊക്കെ പറഞ്ഞ അല്ല, എന്നിട്ട് നമ്മൾ അവിടെ പോയി ബേസിക് സംസാരം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല. നല്ല ദേഷ്യം കണ്ണാണ വയ്യട്ടോ അവസ്ഥ. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഫോമലായിക്കല്ലോ, കാരണം ഞാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് കമ്പനി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. എനിക്കാണ് എംഗ്രിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ റെസ്റ്റോറന്റിലായിരുന്നു. അപ്പൊ ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞു കുറച്ച് കമ്പനിക്ക് കഴിക്കും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ പുള്ളിക്കാരി ഇരുന്ന് അടിയോടിട്ടി. ഞാൻ നോക്കുമ്പോ എനിക്ക് ഫുഡൊന്നുമില്ല. അതിന് ഞാൻ വിചാരിച്ച ഈ അവസ്ഥയിൽ എന്താ പറയാ, മോശമല്ലേ? ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഞാൻ മിണ്ടാതിരുന്നു. ബില്ല് വന്നപ്പോ എന്നോട് പറഞ്ഞു എത്രയാണ് ഷെയർ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാ, അല്ല ഞാൻ നമ്മള് ഷെയർ ചെയ്യാം, നമ്മള് ഇപ്പൊ അത്ര പരിചയമൊന്നുമില്ലല്ലോ, നമുക്ക് ഷെയർ ചെയ്യണം. നെതർലൻഡ്സിന്റെ സ്പെല്ലിംഗ് അറിയില്ല. അപ്പം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ഇല്ല എന്തായാലും അയക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, എന്നാ പിന്നെ സ്വയമായിട്ട് കൊടുത്താ പോരായിരുന്നു, എന്തിനു ഷെയറിന്റെ അത്ര പൈസ ഒന്നും കയ്യിലുണ്ടോ എന്നുള്ളത് പറയാൻ പാടില്ല. ഒരു ഫ്രൈഡ് റൈസിന്റെ മൊത്തത്തിലെടുക്കാൻ. അതല്ല, ഫസ്റ്റ് അൺഒഫീഷ്യൽ മീറ്റ് അല്ലേ, അപ്പൊ പിന്നെ അധികം പരിചയം ഇല്ലല്ലോ. എന്തായാലും ഷെയർ വേണോ? അതിനുശേഷം ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചരുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അപ്പൊ മൊത്തത്തിൽ ആ പരിപാടിയിലെ കമ്പനിക്ക് എനിക്ക് നാശനഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മേടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സോ ഹാപ്പി, അടിപൊളി. അപ്പൊ ഇവര് ഇനി തിരിച്ച് എന്നാ പോകുന്ന ഡേറ്റ്? ഞങ്ങള് 28 end of April 28 they are going back. ഇനി അവിടെ ചെന്നിട്ടാണ് അടുത്ത പരിപാടികൾ. ഇവിടെ എല്ലാരെയും കണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ കയറി അതൊരു എങ്ങനെ കുറെ നമ്മളങ്ങനെ കുറെ പേരെടുത്ത് പോകാറില്ല. നമ്മള് ഒന്നാമത് നമ്പർ 1 ഇപ്രാവശ്യം ഐഷു പ്രഗ്നന്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ നമ്മള് ഭയങ്കര ഔട്ട്ഡോർ കാര്യങ്ങള് കുറച്ച് ഞാൻ പുറത്തൊക്കെ തന്നെ അല്ലെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഐഷുവിന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ബാലൻസ് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോ വന്നാലും നമ്മളങ്ങനെ കുറെ വീടുകളിൽ അങ്ങനെ പോകാറൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ വീട്ടിൽ പോകാറുണ്ട്. ഞാൻ കുറച്ചുകൂടെ പോകാറുണ്ട്. ആണല്ലേ? ഹാപ്പി വിഷു. ശരി, ഹാപ്പി വിഷു.